ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു പൊതിച്ചോറ് കണ്ടാലോ? പൊതിച്ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണേ. അപ്പോൾ ആദ്യം ഞാൻ ഇലയൊക്കെ വാട്ടി അതിൽ കുറച്ച് ചോറ് വെച്ചു. ഇത് കറക്റ്റാക്കി വയ്ക്കുവാണ്. കുറച്ച് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് നല്ല മറ്റേ കറിനാരങ്ങയുടെ അച്ചാറുണ്ടായിരുന്നു, അതാണ് വെച്ചത്. പിന്നെ കുറച്ച് കാന്താരി മുളക് ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ് ഈ നല്ല എരിവുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാന്താരി മുളകും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഴുക്കുവരട്ടിയായിട്ടുണ്ടായിരുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടമല്ല, കയ്പ്പ് കാരണം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടിയായിരുന്നു. അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൂടാണ്ട് നമുക്ക് തലേ ദിവസത്തെ ഇന്നലത്തെ മീൻകറി കുറച്ച് ഇരിപ്പുണ്ടായി. ചൂരക്കറിയായിരുന്നു, തേങ്ങ അരച്ച് വെച്ചത്, തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ചതായിരുന്നു. സോ അതുണ്ടായിരുന്നു. അതുകൂടാണ്ട് എനിക്ക് പുളിയുള്ള തൈരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് തൈരും അതിന് വേണ്ട ഉപ്പും കൂടെ വച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ഉപ്പിലിട്ട്, നിങ്ങളവിടെ എന്താ പറയുകയെന്നറിയില്ല, ഞങ്ങളിവിടെ റൂബിക്ക എന്നാണ് പറയുന്നത്, ലവ്യോലിക്ക റൂബിക്ക എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതും കൂടെ ഒരു ഭംഗിക്ക് രണ്ടെണ്ണം വച്ചു കൊടുത്തു. പിന്നെ നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട് പുളിയിഞ്ചി ഉണ്ടായിരുന്നു. സോ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനങ്ങ് നല്ല വെടിപ്പായിട്ട് ഇല അങ്ങ് മടക്കി. ഇതെപ്പോഴുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇല മടക്കാനായിട്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇല മടക്കി. സ്കൂളിലൊക്കെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ. അപ്പം അമ്മ ചെയ്തു തരും. പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇല പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് വേറെ ഒരു ടേസ്റ്റ് അല്ലേ, ഇങ്ങനെ വാട്ടിയ ഇലയിൽ ചോറിരുന്ന് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ നാടൻ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ രസവും തലേ ദിവസത്തെയാണ്. നമ്മളിവിടെ ബാംഗ്ലൂർ ജീവിതമൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഉണ്ടാക്കലൊക്കെ കുറവാണ്. പക്ഷെ തലേ ദിവസത്തെ രസം ഉണ്ടായിരുന്നു. പിന്നെ 2 ചാള വറുത്തതും കൂടെ ഞാൻ വച്ചു, അതും തലേ ദിവസം തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ രാവിലെ ആക്കി വെച്ചതാട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറൊക്കെ ആയപ്പോഴേക്കും ഉച്ചവരെ പിടിച്ചിരുന്ന പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സ്റ്റിൽ ഉച്ചവരെയൊക്കെ ഞാൻ പിടിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഇല തുറന്നപ്പോൾ ഇതായ അവസ്ഥ. അപ്പോൾ ഇത് ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് പൊതിച്ചോറാട്ടോ ഇപ്പോൾ കാണുന്നത്. ഹസ്ബൻഡിന് വേണ്ടി ചെയ്തതാണ്. വെജിറ്റബിൾസൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട്. എക്സ്പ്രഷൻ കണ്ടില്ലേ?